ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇതാണ്ട് ടൂറിന് പോയതാണ്. ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്. പിന്നെ അതിലേക്കൂടെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ നടന്നാണ് കയറിയത്. ഇതാണ്ട് ടിക്കറ്റ് എടുത്തു. 4 പിള്ളേരുണ്ട്, 3-4 വലിയവരുണ്ട്. വലിയവർക്ക് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ ഇതാണ്ട് വലിയ ലൈറ്റ് ഹൗസ്, ഞങ്ങൾ അങ്ങനെ കുറേ നേരം അതിലേക്കൂടെ ഇങ്ങനെ പുറത്ത് നിന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളല്ലാതെ അവിടെ 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് ഹൗസിൻ്റെ മേളിലും താഴെയൊക്കെ എത്ര പേരാണ്. ഇതിലേക്കൂടെ വഴിയിലൊന്നും ആൾക്കാരില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, പിന്നെ സ്ലൈഡ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടോ വലിയൊരു ആന, ഇത് പ്രതിമയാണ്. തൊടയിൽ നിന്നൊക്കെ എൻ്റെ അത്ത അവിടെ താഴെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ സീസോയിൽ കയറുന്നതാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു സീസോ ഓടിച്ച് ഓടുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആണ്. പിന്നെ ചേട്ടനും ഇങ്ങനെ സൈഡിൽ കയറി ഇറങ്ങി. ഞാനും കയറി കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. ഇങ്ങനെ നമുക്കിങ്ങനെ കറങ്ങാനും പിന്നെ മേലോട്ടും താഴോട്ടും പോകും. ഇതിലെ കൂടെയാണ് ഞങ്ങൾ കയറി പോകുന്നത്. ഞാൻ നന്നായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടായിക്ക് പേടിയായിരുന്നു വീഴുന്ന. ഇറങ്ങി വന്നപ്പോഴത്തേക്കും പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് നന്നായിട്ട് എനിക്കിങ്ങനെ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കയറി. 2-3 തവണ കയറണമായിരുന്നു. കുറേ സ്റ്റെപ്പുണ്ട്. ഇതിനേക്കാളും നല്ലതായിരുന്നു മറ്റേ 18 പടി കയറുന്നത്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കയറി. അവിടെ കുറേ പേരുണ്ടായിരുന്നു. മേളിൽ അതുകൊണ്ട് ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂൾ. അവിടെ പിള്ളേരിങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇവിടെയാണ് ഗെയിം കളിക്കുന്നത്. ഇതുണ്ടോ ഗൈസ്, ഇതാണ്ട് ഇവിടെയാണ് സ്വിമ്മിംഗ് പൂള്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടോട്ടൊക്കെ ഒന്ന് കയറി നോക്കി. ഇതാണ് ഇവിടെ. എന്ത് ഭംഗിയല്ല, ബ്ലൂ സ്വിമ്മിംഗ് പൂള്. ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. ഇറങ്ങണമെങ്കിൽ വേറൊരു ടിക്കറ്റ് എങ്ങാണ്ടോ വേണം. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഞങ്ങൾ 2 കടലിലൊക്കെ പോയായിരുന്നു. അത് കാരണം ഞങ്ങൾ ഇറങ്ങിയില്ല. ഇതാണ്ട് എൻ്റെ ചേട്ടനാണിത്. പിന്നെ അവിടെ കുറേ മരങ്ങളും വേറൊരു ചെളി പോലത്തെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഒരു തോടാണ്. അതിൽ കൂടെ കല്ലൊക്കെ പെറുക്കി എറിയുകയൊക്കെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അതിലെ കൂടെ 2-3 തവണ വട്ടമൊക്കെ ചുറ്റി നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് വേറൊരു പിള്ളേർ എന്തോ കളിക്കുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോയി. പിന്നെ ട്രെയിൻ പോയായിരുന്നു ഗൈസ്. ഞങ്ങൾ ട്രെയിൻ ഒന്ന് അവിടെ വെച്ചും കണ്ടു, പിന്നെ പുറത്ത് വെച്ചും കണ്ടു കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ ഇതായിരുന്നു ഇറങ്ങിപ്പോവാൻ അച്ഛായിരുന്നു ഫസ്റ്റ് നിന്നത്. പക്ഷെ അച്ഛനേക്കാൾ സ്പീഡിൽ ഞാനായിരുന്നു ഫസ്റ്റ് ഇറങ്ങിപ്പോയത്. അങ്ങനെ കുറേ നേരം ഇറങ്ങിയും പോയി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി. ഇപ്പം സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും കുറേ യാത്രയ്ക്ക് പോയി കേട്ടോ. താണ്ട് എൻ്റെ അച്ഛൻ ഇറങ്ങി പോവാണ്. കുറേ പേരുണ്ടായിരുന്നു ഇറങ്ങാനും കയറാനും. ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയും കുറേ ആൾക്കാർ കയറിയും വരുമ്പോഴില്ലേ, നമുക്ക് ആ സൈഡിൽ കയറാം. ഇതുകൊണ്ടോ ഗൈസ്, എത്ര വലിയ സ്റ്റെപ്പൊക്കെയാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ കാറിനാണ് വന്നത്. കൊണ്ടോ ഗൈസ്, ട്രെയിൻ പോകുന്നു. എത്ര നീളമുള്ള ട്രെയിനായിരുന്നു. ഞാൻ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ട്രെയിനും കണ്ടു. പിന്നെ ഇതാണ് ഞങ്ങൾ അടുത്ത സ്വിമ്മിംഗ് പൂള് കണ്ടത് ഗൈസ്. എന്ത് രസമായിരുന്നു ഗൈസ്. അവിടെ കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഇറക്കി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഞാൻ അങ്ങോട്ടും പേടിച്ചു പോയി. അത്രയും കുഞ്ഞു സ്ക്രീനാണ് ഇറക്കിയത് കേട്ടോ. പിന്നെ ഞാനും വേറൊരു കൊച്ചും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തലൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അതിൻ്റെ മേളിലൊക്കെ കയറി നിൽപ്പുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കണ്ടു. പിന്നെ കുറേ നേരം അവിടെ അടിച്ചങ്ങ് പൊളിച്ചു ഗൈസ്. പിന്നെ ഇത് ഞാൻ കട്ട്ലേറ്റും ചായയും കഴിക്കുകയും കുടിച്ചതാണ്. അവിടെ അടുത്തൊരു കട ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ അവിടുന്ന് കുടിച്ചതാണ്. ഈ ഞങ്ങളൊരു ടൂറിന് പോയതാണ്. 2 ബീച്ചിൽ പോയി പിന്നെ ഇവിടെയൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ പോയേക്ക് വരുന്നു. പിന്നെ എന്താണ്ട് ഞങ്ങൾ കുറേ കട്ട്ലൈറ്റൊക്കെ മേടിച്ചിരുന്നു. അങ്ങനെ എന്താണ്ട് എൻ്റെ ചേട്ടാ എങ്ങനെയൊക്കെ പൈസ ചെലവാക്കണം നോക്കി ഇരിക്കുമായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങൾ ഒരു ബീച്ചിൽ പോയത്. ഞങ്ങൾ പണ്ട് ഇതാണ് ഈ ബീച്ചിൽ പോയിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നു, വെയിലൊക്കെ കാണാൻ നിന്ന് ഭംഗിയായിരുന്നു. എൻ്റെ ചേട്ടൻ പട്ടം പറത്തുമായിരുന്നു. പക്ഷെ താഴെ പോവായിരുന്നു. ഒരു ചേട്ടൻ അവനെ പട്ടം പറത്താൻ പഠിപ്പിച്ചായിരുന്നു. നല്ല ഉയർത്തി പോയി. അപ്പം പഠിപ്പിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാണ്ട് അവന് പട്ടമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മറ്റൊരു ഇങ്ങനെ വിടർത്തി ഓടുമ്പോഴത്തേക്കും ഇല്ലേ കുറേ ഇങ്ങനെ വലിയ വലിയ ട്രെയിൻ പോലത്തെ നമ്മൾ പോകുന്നില്ലേ, അവിടെ അങ്ങനെ ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംഭവമാണത്. പിന്നെ ഇല്ലേ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ ഒറ്റ വലിച്ചിറങ്ങിക്കൊണ്ട് പോയിട്ട് എൻ്റെ ചേട്ടൻ്റെ മുഖത്ത് വെള്ളം തേച്ച്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഷെല്ലില്ലേ മറ്റേ നമ്മുടെ കൂടെ, അത് ഞങ്ങൾ കുറച്ച് പേർക്ക് ഇതാണ്ട് വേറൊരു 2 പിള്ളേരാണ്. അവിടെ കുറേ വെള്ളം ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വെള്ള തിരമാല ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. എനിക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറക്കി. കുറേ നേരം ആയപ്പോഴത്തേക്കും പോന്നു. ഞാൻ അവിടുന്ന് മേടിച്ചതെന്നു വെച്ചാൽ ഒരു കിച്ചൺ സെറ്റ്, ചേട്ടാ ഒരു പട്ടമായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഇപ്പം രാത്രി ഒരു 7-6 ആയപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചു പോയി. അസ്തമിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കളിച്ചു. കുറേ നേരം അങ്ങനെ മണലൊക്കെ വാരി കളിച്ച് അവിടെ കുറേ നേരം നിന്ന്. അങ്ങനെ കുറേ നേരം തിരുമാലയൊക്കെ കണ്ട് അവിടെ രസിച്ച് നിൽക്കുമായിരുന്നു. ഞാനില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ മണലെല്ലാം കോരിയിട്ട് ഇങ്ങനെ ഒരു ഡമ്മൊക്കെ വെച്ചില്ലേ, ഞാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.